തിരികെ ചർച്ചയിലേക്ക് ബി.ജെ.പി. നേതാവ് ശ്രീ ടി.പി. ജയചന്ദ്ര മാസ്റ്റർ നമ്മോടൊപ്പം ചെയ്യുകയാണ്. ശ്രീ ജയചന്ദ്ര മാസ്റ്റർ, ഇവിടെ രണ്ടുപേരും സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കേരളം പ്രബുദ്ധമാണ് എന്ന് നമ്മൾ അവകാശപ്പെടുന്നു. ഏറെ പരിഷ്കരിച്ചു, പുരോഗതി പ്രാപിച്ചു എന്ന് നമ്മൾ അഭിമാനിക്കുന്നു. പക്ഷേ ഇങ്ങനെയുള്ള ചില വാർത്തകൾ അത് നമ്മൾ ഞെട്ടിപ്പിക്കുന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് താലിബാനിസത്തെ അനുസ്മരിപ്പിക്കുന്ന തരത്തിൽ ആ രീതിയിൽ തന്നെയാണ് ഇവരുടെ ഓരോ ചട്ടവട്ടങ്ങളും. അവിടെ നിന്നൊന്ന് പുറത്തു കടക്കാൻ പോലും അതിലെ അംഗങ്ങൾക്ക് സാധിക്കുന്നില്ല. വയനാട് ഇതുമായി ബന്ധപ്പെട്ട ഒരു അംഗത്തിന് ആത്മഹത്യാ ശ്രമം നടത്തേണ്ടി വരുന്നു. ഉമ്മയെപ്പോലും കാണാൻ അനുവദിക്കാത്ത തരത്തിലുള്ള, ആണുങ്ങളും പെണ്ണുങ്ങളും ഒന്നിച്ചിരിക്കാൻ പാടില്ല, പ്രണയം നിഷിദ്ധമാണ് എന്ന തരത്തിലുള്ള വിലക്കുകൾ. എങ്ങനെയാണ് താങ്കൾ ഇതിനെ കാണുന്നത്? വളരെ ആശങ്കയോടെയും അത്യധികം ഭയപ്പാടോടെയുമാണ് ഞാൻ ജനം ടിവിയുടെ ഈ വാർത്ത ശ്രമിക്കുന്നത്. ഈ പുത്തം വീട്ടുകാർ എന്ന് പറയുന്ന സമൂഹം യഥാർത്ഥത്തിൽ കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളി നിയോജക മണ്ഡലത്തിൽപ്പെട്ട കിഴക്കോത്ത്, അതായത് എൻ്റെ തൊട്ടടുത്ത പഞ്ചായത്തിലാണ്. വളരെ ലിബറൽ ആയിരുന്ന ഒരു സമൂഹമാണ് ശ്രീമതി നുസ്രത് ജഹാൻ പറഞ്ഞ മാതിരി വളരെ പുരോഗമനാത്മകമായി ചിന്തിക്കുകയും ആധുനിക വിദ്യാഭ്യാസം നൽകുകയും പരിഷ്കാരങ്ങളെ രണ്ട് കൈയോടെയും സ്വീകരിച്ചിരുന്ന ഒരു സമൂഹമായിരുന്നു യഥാർത്ഥത്തിൽ ഈ പുത്തൻ വീട്ടുകാർ. അവർ വർഷാവർഷങ്ങളിൽ വലിയ ആഹ്ലാദപൂർവ്വം എല്ലാ ആളുകളെയും, കോഴിക്കോടിന്റെയും കേരള സംസ്ഥാനത്തിലെയും സിനിമാ രംഗത്തുള്ളവർ, സാഹിത്യ നായകന്മാർ, രാഷ്ട്രീയ പൊതുരംഗത്തുള്ളവർ, ഇവരെ എല്ലാവരെയും ഒരുമിച്ച് വിളിച്ചു ചേർത്തിയിട്ട് അവരുടെ സ്വന്തം ചെലവിൽ ഒരു വലിയ സമൂഹ വിവാഹം വാർഷികമായിട്ട് ആഘോഷിക്കുകയും സാമ്പത്തിക പിന്നോക്കം നിൽക്കുന്ന, ആ തരത്തിൽ വിവാഹ ജീവിതത്തിലേക്ക് കഴിയാൻ പ്രയാസമുള്ള ആളുകളെയൊക്കെ കൈപിടിച്ചുയർത്തുകയും ചെയ്ത വളരെ ലിബറൽ ആയിരുന്ന ഒരു സമൂഹമായിരുന്നു. രാഷ്ട്രീയമായിട്ടും അവര് ഏതാണ്ട് എനിക്ക് തോന്നുന്നു അടൽ ബിഹാരി വാജ്പേയിയുടെ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ ആ ഗവൺമെന്റിന്റെ പുരോഗമനാത്മക പ്രവർത്തനങ്ങളെ സ്വീകരിക്കുവാനും അതിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുവാനും ഒന്നും മടിക്കാത്തൊരു സമൂഹമായിരുന്നു. പക്ഷേ ഈ അടുത്ത കാലഘട്ടത്തിൽ അതിനകത്തേക്ക് ചില നിഗൂഢതകൾ നുസ്രത് ജഹാൻ സൂചിപ്പിച്ച മാതിരിയിൽ അത് വല്ലാതെ റാഡിക്കലൈസ് ചെയ്യപ്പെട്ടു എന്നുള്ളത് ഇന്ന് എന്നെ അത്ഭുതപ്പെടുത്തുന്നു. ഈ വാർത്ത കഴിഞ്ഞപ്പോഴാണ് ഞാൻ അതിലുള്ള എൻ്റെ ചില ആളുകൾ, ഈ പരിസര പ്രദേശത്തുള്ള ആളുകൾ, അവർ പണ്ട് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് കിഴക്കോത്താണെങ്കിലും വയനാട്ടിലും മോശമല്ലാത്ത ഒരു സംഖ്യ അവർക്കുണ്ടായിരുന്നു. മലപ്പുറത്തിന്റെ ചില മേഖലകളിൽ ഇസ്ലാമിക വിശ്വാസത്തിൽപ്പെട്ട, അവരുമായി ബന്ധമില്ലാത്ത സുന്നിയും മുജാഹിദും ഒക്കെയായ ആളുകൾ, അഭ്യസ്തവിദ്യരായ പലരും അതിനോട് വിട പറഞ്ഞുകൊണ്ട് ഇവരെ പുൽകിയിരുന്നു. പക്ഷേ ഏതാണ്ട് എൻ്റെ ഓർമ്മയിൽ ഒരു 10-12 വർഷം ആയിട്ട് കാണുന്നത് ഒരുതരം നിഗൂഢത നുസ്രത് ജഹാൻ ചൂണ്ടിക്കാണിച്ച മാതിരി അതിലാരോ നുഴഞ്ഞു കയറിയിട്ടുണ്ടോ. അവർ കിഴക്കോത്ത്, ഞാൻ പറഞ്ഞു, വളരെ ചെങ്കല്ല് കൊണ്ടൊക്കെ പടവ് ചെയ്ത് വളരെ വൃത്തിയും മനോഹരമായ ഒരു പള്ളിയും, അതിന് ഇടതുവശത്തുകൂടെ ചെന്ന് കഴിഞ്ഞാൽ ആധുനിക രീതിയിൽ പണി കഴിപ്പിച്ച അവരുടെ ഈ പറയുന്ന ആള് താമസിക്കുന്ന വലിയ എല്ലാ സൗകര്യങ്ങളോടും കൂടി വിശാലമായ മുറ്റം, അതിഥികളെ സ്വീകരിച്ച് വീട്ടിനകത്ത് വരെ കൊണ്ടുവന്ന് ഭക്ഷണം കഴിപ്പിക്കുകയും ആതിഥേയ മര്യാദയിലൊക്കെ വളരെ നല്ലൊരു സമൂഹമായിരുന്നു. പക്ഷെ ഈ അടുത്ത കാലഘട്ടത്തിൽ അതിനൊക്കെ ചില ഭംഗം നേരിട്ടതായിട്ട് ബോധ്യപ്പെടുന്നു. കിഴക്കോത്ത് അതിന് തൊട്ടടുത്ത് ഈ പറയുന്ന ഒരു നിഗൂഢമായ ത്വരീക്കത്ത് കെട്ടിടം സ്ഥാപിക്കുകയും അതിനകത്തു നിന്നും നടക്കുന്ന പ്രവർത്തനങ്ങൾ പുറംലോകവുമായിട്ട് പങ്കുവെക്കാൻ കഴിയാത്തതാണ് എന്ന് ഇപ്പോഴത്തെ വാർത്ത നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ വിളിച്ചപ്പോൾ ഇത്തരം ജന്മഭൂമി, നമ്മുടെ ജനം പുറത്തുവിട്ട വാർത്തകളൊക്കെ ശരിയാണ് സുരേഷേ. അവർ വളരെ നിഗൂഢമാണ്. മാത്രമല്ല, അവരുടെ ക്ലാസ്സുകളിൽ പങ്കെടുക്കാത്ത ആളുകളെ അവർ പിന്നീട് അതിന് അനുവദിക്കില്ല. അവർ പുറത്താക്കാനുള്ള ബന്ധങ്ങളുണ്ട്. പിന്നീട് അവർ ഒറ്റപ്പെടുത്താൻ ശ്രമങ്ങളുണ്ട്. മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ അവർ അനുവദിക്കുന്നില്ല. അവർ താടി വളർത്താൻ അവർ അനുവദിക്കുന്നില്ല. അത്തരത്തിൽ വളരെ മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. വളരെ ആധുനികമായി ജീവിച്ചിരുന്ന ഒരു സമൂഹം ഇപ്പോൾ ആരൊക്കെയോ അതിൽ നുഴഞ്ഞു കയറുകയും അവരെ നുസ്രത്ത് പറഞ്ഞ മാതിരി റാഡിക്കലൈസ് ചെയ്യുകയും രാജ്യവിരുദ്ധരാക്കുകയും കൂടുതൽ മതാന്തരാക്കുകയും ചെയ്തതിന്റെ ഒരു സാക്ഷ്യപ്പെടുത്തലാണ് ഈ വാർത്ത ചൂണ്ടിക്കാണിക്കുന്നത്. ശ്രീ ടി.പി. ജയചന്ദ്ര മാസ്റ്റർ, താങ്കൾ പറഞ്ഞതുപോലെ തന്നെ കാലാകാലങ്ങളായി അങ്ങനെയുള്ള വിശ്വാസ പ്രമാണങ്ങൾ പിന്തുടരുന്നില്ല, ആർക്കും ഒരു ദ്രോഹവും ചെയ്യാതിരുന്ന ഒരു വിഭാഗം, ഒരു സമൂഹം എവിടെയാണ് ഇത്തരത്തിലുള്ള ഒരു താലിബാനിസത്തിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ജീവിതചര്യയിലേക്ക് വന്നത്? ഷാഹുൽ ഹമീദിൻ്റെ ധാർഷ്ട്യം, ഷാഹുൽ ഹമീദിൻ്റെ കാർക്കശ്യം, അതിന് വഴങ്ങാത്തവരെ ഊരുവിലക്കുന്ന ഒരു വിഭാഗമായി മാറിക്കഴിഞ്ഞു. ആൺകുട്ടികളും പെൺകുട്ടികളും മിങ്കിൾ ചെയ്ത് ഇരിക്കാതെ അങ്ങനെയുള്ള ഒരു
തടസ്സം നിൽക്കുന്ന, ഒരു അതിർവരമ്പുകൾ നിൽക്കുന്ന താലിബാനെ പോലുള്ള സംഘടനയുടെ അതേ ചുറ്റുവട്ടങ്ങളിലേക്ക് എവിടെയാണ് ഈ സംഘടനയും കടന്നു വന്നത്? എത്രത്തോളം നിഗൂഢത, ഈ നിഗൂഢതയിലേക്ക് എന്തൊക്കെയാണ് ആ ഒരു നാട്ടുകാരൻ എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു അയൽനാട്ടുകാരൻ എന്ന രീതിയിൽ താങ്കളുടെ സംശയം? അല്ല, ഞാനിപ്പോൾ അവരുമായി ബന്ധപ്പെട്ടപ്പോഴാണ് ഈ വാർത്തകൾ എന്നെ ഞെട്ടിപ്പിക്കുന്നത്. സത്യത്തില് കുറച്ചു കാലമായിട്ട് അവർ പൊതുസമൂഹത്തിൽ നിന്ന് അകലുന്നുണ്ടോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. ഇത്തരം പരിപാടികളുമൊക്കെ അവരല്പം സമൂഹത്തിൽ നിന്നും വ്യതിരിക്തമായിട്ട് മറിച്ചു വെച്ചുകൊണ്ടാണ് ചെയ്യുന്നത് എന്ന സംശയം ഉണ്ടായിരുന്നു. അവിടെ കെട്ടിപ്പൊക്കിയിരിക്കുന്ന കെട്ടിടത്തിനകത്ത് നടക്കുന്ന ക്ലാസ്സുകൾ എന്ന് പറയുന്നത് ഈ തരത്തിലുള്ള പരിശീലനങ്ങളാണെന്ന് സംശയിക്കാൻ ഇട നൽകിയിരുന്നു. നേരത്തെ വളരെ ഓപ്പൺ മൈൻഡഡ് ആയിരുന്ന ഒരു സമൂഹം പിന്നീട് അടുത്ത കാലഘട്ടത്തിൽ അവർ കുറച്ച് നിഗൂഢതയും സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെട്ട തരത്തിലേക്ക് ചില പ്രത്യേക തരത്തിൽ പുതുതലമുറയെ വളർത്തിയെടുക്കുക എന്ന തരത്തിലേക്ക് ചില പരിശീലനങ്ങൾ താലിബാന്റെ ഭാഷയിൽ അല്ലെങ്കിൽ ആ ഒരു തലങ്ങളിലേക്കാണ് എന്ന് സംശയിക്കുന്നത് ഇപ്പോൾ ശരിയാണ് എന്ന് ബോധ്യപ്പെടുകയാണ്. അവർ തുറന്ന് സമ്മതിച്ചു, ഞങ്ങൾ താടി വയ്ക്കാൻ അനുവദിക്കില്ല, ഞങ്ങൾ 18 വയസ്സുവരെ ആളുകളോട് മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല, വിജ്ഞാനത്തിന്റെ പുതിയ വാതായനങ്ങൾ അവർക്ക് ഞങ്ങൾ അനുവദിക്കില്ല. കൂടുതൽ റാഡിക്കലൈസ് ചെയ്യുകയും കൂടുതൽ പൊതുസമൂഹത്തിൽ നിന്നും ഗോപ്യമായ നിഗൂഢമായ രീതിയിലേക്ക് അത് മാറുകയും ചെയ്തു എന്നുള്ളത് സ്ഥിരപ്പെടുത്തുകയും അല്ലെങ്കിൽ ഇത് ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങളും വാർത്തകളുമാണ് നമ്മൾ കൈവന്നുകൊണ്ടിരിക്കുന്നത്. എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഇത്ര ഓപ്പൺ ആയിരുന്ന ഒരു സമൂഹത്തിനടുത്ത് പോലും നുഴഞ്ഞു കയറി താലിബാനിസവും രാജ്യവിരുദ്ധതയും നിഗൂഢതയും ആധുനിക ശാസ്ത്രത്തെയും ആധുനിക പുരോഗതിയെയും പോലും തടഞ്ഞു നിർത്തുന്ന തരത്തിലേക്ക് പുതുതലമുറയെ വളർത്തിയെടുക്കുന്നതിൽ ഇവർക്ക് എന്ത് പ്രചോദനമാണ് ലഭിച്ചത്? അല്ലെങ്കിൽ ഏത് തരത്തിലാണ് അവരെ ആ തരത്തിൽ വളർത്തിവിട്ടത്? സർക്കാരും ഭരണകൂടവും സ്പെഷ്യൽ ബ്രാഞ്ച് പോലുള്ള സംവിധാനങ്ങളും ഉറങ്ങുകയായിരുന്നു എന്നതും കോടതിയുടെയും പോലീസിന്റെയും പോലും വാദഗതികളെ അവർ സ്വീകരിക്കാനോ ചെവിക്കൊള്ളാനോ തയ്യാറാകുന്നില്ല എന്നുള്ളതും ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ എത്ര സമർത്ഥമായിട്ടാണ് കേരളത്തിലെ ഈ ചില സമൂഹങ്ങൾ ഇത്തരത്തിൽ വർഗീയവൽക്കരിക്കുന്നത്.